ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഒരു ട്രെൻഡ് സൃഷ്ടിച്ചുകൊണ്ട് സംവിധാന രംഗത്തെത്തിയ ഫാസിൽ ഇന്നും ഒന്നാം നിരയിൽ തന്നെ. ഇരട്ട ക്ലൈമാക്സ് ഉണ്ടായാലും കമേഴ്ഷ്യൽ സിനിമയുടെ മനസ്സറിഞ്ഞ് മുന്നേറാൻ കഴിയുന്ന സംവിധായകനാണ് ഫാസിൽ. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്കും നോക്കത്താ ദൂരത്തുമൊക്കെ ഏത് പ്രേക്ഷകനാണ് മറക്കാനാകുക? തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിവും കരുത്തുമുള്ള സംവിധായകൻ ഫാസിലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം. ഈ ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തില്ലേ? അതെ. ഡിഡ് യു റിയലൈസ് ദാറ്റ്? ആഫ്റ്റർവേർഡ്സ് കുറച്ച് നാൾ കഴിഞ്ഞ അത് ആദ്യം അറിഞ്ഞില്ല അല്ലേ? അതങ്ങനെ ഒരു ട്രെൻഡ് മേക്ക് ചെയ്യുമെന്നൊക്കെ ഒന്നും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അത് വന്ന് കഴിഞ്ഞപ്പം മനസ്സിലായി ഒരു മൈൽ സ്റ്റോൺ ആണത്. ഒരു യങ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു അല്ലേ അതിൽ? ഒരു ഫ്രഷ് മൈൻഡോട്. അതെ 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 അതെ, ഫ്രഷ് ഐഡിയാസും. ഫസ്റ്റ് ഐഡിയ ആയിരുന്നത് ഒരു ലവ് സ്റ്റോറി വിത്ത് ന്യൂ കമേഴ്സ്. പക്ഷെ അത് കുറച്ച് നാൾ മുമ്പ് എൻ്റെ നവോദയായിരുന്നു എൻ്റെ ആൾക്കാർ. അപ്പോൾ നവോദയടുത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് തച്ചോളിയമ്പൂ എന്നുള്ള പടം കഴിഞ്ഞപ്പം ഒരു ചെറിയ പടം എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പെട്ടെന്ന് മാമാങ്കം ഒന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചെറിയ പടം എടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഐഡിയ ആയിട്ട് വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ പ്ലസൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം നമ്മളൊക്കെ ഇപ്പം എക്കണോമൈസ് ചെയ്തിട്ട് ഇടക്കിടക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ കോൾ ഷീറ്റ് ഇതൊക്കെ നോക്കി ഇടക്കുന്ന എടുക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി നോക്കി. ഇത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വന്നത്. അങ്ങനെ ഓരോ സീൻ ബൈ സീനായിട്ട് ആദ്യം ശങ്കർ പിന്നെ ജീപ്പിൽ വരുന്നത് അതുപോലെ തന്നെ ഷൂട്ട് ചെയ്തു. അങ്ങനെ തന്നെ വേണമെന്ന് പറയോ? അല്ല, അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, നമുക്ക് ഒരു അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരും. പക്ഷേ ഇത് ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അത് ബാലൻസ് ചെയ്ത് പോകും. കാര്യം വേറെ അധികം ചിലവൊന്നുമില്ല, 2-3 കഥാപാത്രങ്ങളേ ഉള്ളൂ. അപ്പോൾ അന്ന് അത് ഒരു ഇതായിട്ട് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കിട്ടിയത് മോഹൻലാലാണ്. കാര്യം മോഹൻലാൽ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പാണ് വരുന്നത്. അപ്പം ഫ്രം ദ വെരി ബിഗിനിങ് പുള്ളിയുണ്ട് അവിടെ. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ 10-16 ദിവസം പുള്ളി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടുകൊണ്ട് നിന്നിട്ട് പുള്ളിയുടെ മനസ്സിലെ എല്ലാ അറപ്പും മാറി അങ്ങ് മോർ ഫ്ലെക്സിബിളായി അങ്ങനെ കോൺഫിഡൻസിലൊക്കെ വന്ന് 16-ാം ദിവസമാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത്. ആ ഫസ്റ്റ് ടേക്ക് മുതൽ ആ ഫ്ലെക്സിബിലിറ്റി പുള്ളിക്ക് കിട്ടി. അതേസമയം വന്ന ഉടനെ തന്നെ ഒരു പുതുമുഖം വരുന്നു, എടുത്തോ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ ഒന്ന് ഇതായി പോകും. ഇതിപ്പോൾ എല്ലാം കണ്ട് വന്നതുകൊണ്ട് ആ 16 days ആ യൂണിറ്റിൻ്റെ കൂടെ നിന്നതിൻ്റെ ആ ഗുണം, ആ ഫ്ലെക്സിബിലിറ്റി ഇപ്പോഴും പുള്ളി കിട്ടും. ഇപ്പോൾ സാറിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും പറയണതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പേടിയാണ് എന്ന് വെച്ചാൽ സാർ അഭിനയിച്ച് കാണിക്കും. അത് അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യേണ്ടി, ഐ മീൻ ദാറ്റ് എക്സലൻസി ഷുഡ് കം എന്നുള്ള ഒരു പേടി ഉണ്ടാവും. എന്താണ് ഇതെന്താണ് ഓരോ ക്യാരക്ടറും യു വിൽ ആക്ട് ഇറ്റ് ഔട്ട് വെൻ യു റൈറ്റ് ഇറ്റ് ഓർ? അതെ, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു റൈറ്റർ എന്ന നിലയിൽ ചില സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു പെണ്ണ് ഒരു പുരുഷൻ്റെ അടുത്ത് ഞാൻ വെറുതെ പറയല്ല ഐ ലവ് യു എന്ന് പറയുന്നു വെച്ചോളൂ. അപ്പം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം ആ കഥാപാത്രം വിത്ത് സോറോ ആയിട്ടായിരിക്കും പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല ഐ ലവ് യു. ആ ഫീലില്ലേ, ആ ഫീൽ കിട്ടാൻ വേണ്ടി ഞാൻ പറയുക, അല്ലാതെ ഞാൻ ആക്ട് ചെയ്തിട്ട് അത് ശരിയാവില്ല. കാര്യം ഇപ്പം എൻ്റെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് വേറെ ആൾക്ക് അതേപടി കിട്ടണമെന്നില്ല. പക്ഷെ ഐ എം ഗിവിങ് ദ ഫീൽ. ആ ഫീൽ കൊടുക്കുന്നതേ ഉള്ളൂ. ആ ഫീൽ കൊടുക്കുന്നത് നമ്മളെ കഥാപാത്രങ്ങൾ നമ്മുടെ കൺട്രോളിലായതുകൊണ്ടാണ്. അപ്പം നമ്മുടെ അല്ല, ശിവാജി സാർ ഒരു പ്രാവശ്യം ശിവാജി സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു അത്രേ, വൈ ഡു യു നെവർ ഡയറക്റ്റഡ് എ ഫിലിം? അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ പിന്നെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ക്യാരക്ടറും എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് കാണിക്കും. പിന്നെ എല്ലാവരും ശിവാജി ഗണേശന് മാതിരി തോന്നും. പക്ഷെ സാറ് അങ്ങനെയല്ല. ഓരോ ക്യാരക്ടറിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക്സോടെയാണ് പറഞ്ഞ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ദി മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്. പക്ഷെ എവിടെയോ എനിക്ക് പടം കാണുമ്പോഴൊക്കെ ഓരോ ക്യാരക്ടറിലെങ്കിലും ഐ കൻ സീ യു. ചില മാനറിസംസ് അങ്ങ് വന്നു പോകും. ലൈക്ക് നോക്കത്താ ദൂരത്തിൽ ഇഫ് ഐ സീ മോഹൻലാൽ ഐ തിങ്ക് ഐ കൻ സീ യു. ഇല്ല, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ ഡയറക്ടർമാർക്കും അവരുടെ ഓരോ വഴിയുണ്ട്. ചില ഡയറക്ടർമാരുടെ വഴി എന്ന് പറയുന്നത് പിന്നെ ഫോട്ടോഗ്രാഫി, പിന്നെ ഈ നമ്മൾ പറയുന്ന ചിത്രകല. അപ്പോൾ പല കലകളുടെ മിശ്രമാണ് ഈ സിനിമ. സംഗീതകല, സാഹിത്യകല, നടനകല, ചിത്രകല എല്ലാം കൂടെ വരുന്നതാണ്. അപ്പം എൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹിത്യകല, നടനകല ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളിലൂടെയാണ് ഞാൻ കഥ പറയുന്നത്.
അല്ലാതെ ലൊക്കേഷനിലൂടെയോ മ്യൂസിക്കിലൂടെയോ അല്ല. കഥാപാത്രങ്ങളിലൂടെ കഥ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിലപ്പം ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ തന്നെ പെരുമാറണം എന്ന് വാശി പിടിച്ചു പോകും. അല്ലാതെ അഭിനയിച്ച് കാണിക്കുകയല്ല, അത് ഇങ്ങനെ വേണം എന്ന് പറയും. എക്സ്പെക്ടിങ് ദം ടു ബ്രിങ് ഔട്ട് ദിസ് എമോഷൻ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഈ ട്രെയിനിങ് കിട്ടിയത്? എവിടെ നിന്നാണ് ഈ ട്രെയിനിങ് കിട്ടിയത്? ഐ ഫീൽ ഞാൻ ബേസിക്കലി ഐ എം ആൻ ആക്ടർ. കാര്യം എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ ഞാൻ ഒത്തിരി നാടക മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. പോയ മത്സരങ്ങൾക്കെല്ലാം ബെസ്റ്റ് ആക്ടറായിരിക്കും. അങ്ങനെ ഒരു പിന്നെ എങ്ങനെയാണ് സംവിധാനത്തിലേക്ക് വന്ന? ലൈക്ക് സ്റ്റാർട്ടിങ് സംവിധാനമല്ലേ, ആക്ടിംഗ് ആയിട്ടല്ലല്ലോ സ്റ്റാർട്ട് ചെയ്തത്. സംവിധാനത്തിലേക്ക് വരാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാനുള്ള വാസന ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാസന വന്നു, കഥ എഴുതി കഴിഞ്ഞപ്പം കഥ ഇങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് സംവിധായകനായി പോയതാണ്. അങ്ങനെ വന്നു പോയതാണ്. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു പോക്കറ്റിലുണ്ടോ എടുത്ത് ഇങ്ങനെ വിടാനല്ലേ? വരും, അതെപ്പോഴും കാണും, അതൊരിക്കലും നശിക്കില്ല. നശിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നശിക്കണം. എപ്പോഴും ആ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡും ഭാവവും ഒക്കെ നമ്മളിൽ ഉള്ളിടത്തോളം കാലം അതിങ്ങ് വന്നുകൊണ്ടിരിക്കും, എത്ര വർഷം കഴിഞ്ഞാലും.